പുതിയത് കൊണ്ടുവന്നു എന്നതിന്റെ ഉദാഹരണം എന്താ? മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നു, മുശ്രിക്കാക്കുന്നു. വാസ്തവത്തിൽ ശിർക്കും കുഫറും വിശദീകരിച്ചു കൊടുത്ത് മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാരെ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ആവുന്നതൊക്കെ ചെയ്യുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശൈലി. വാസ്തവത്തിൽ ആരാണ് മുശ്രിക്കാക്കുന്നത്? ശിർക്കിനെ ന്യായീകരിച്ചുകൊണ്ട് ആയത്തും ഹദീസും ഉദ്ധരിച്ച് ശിർക്കിനെ ജനങ്ങളുടെ മുമ്പിൽ തൗഹീദാക്കി തലതിരിച്ച് അവതരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരാണ് വാസ്തവത്തിൽ ജനങ്ങളെ മുശ്രിക്കാക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ മുശ്രിക്കായി പോകാതിരിക്കാൻ വേണ്ടി ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്ത് ശിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയുടെ പല ക്ലിപ്പുകളും ഇട്ടുകൊണ്ട് ഇതാ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണ്ടായി. എന്നാൽ സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകളെ മുശ്രിക്കാക്കി എന്ന് പറയുന്നവർ അവർ ഞങ്ങളെ കുറിച്ച് എഴുതിയതോ, ഞങ്ങളെ കുറിച്ച് തൗഹീദും ശിർക്കും എന്ന പേരിൽ സമസ്ത പിളരുന്നതിന് മുമ്പ് ഇവർ പുറത്തിറക്കിയ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ മലപ്പുറം പുറത്തിറക്കിയ പുസ്തകത്തിൽ ഞങ്ങളെ പറ്റി പറയുന്നത് ഞങ്ങൾ മഹാമുശ്രിക്കുകൾ എന്നാണ്. പുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെ കാണാം സുന്നികളെ അപ്പാടെ മുശ്രിക്കാക്കുന്ന ഹോൾസെയിൽ ശിർക്ക് ഏജൻസികൾ വരുത്തിയ ഒറിജിനൽ ശിർക്കിന്റെ കഥ കണ്ടോ. എന്നിട്ട് എന്താ പറയുന്നത്? മുസ്ലിയാക്കളുടെ ഈ വാദം എന്നിട്ട് ഉമർ മൗലവിന്റെ സൽസബീലിന്റെ അടുത്ത് ഉദ്ധരിക്കുകയാണ്. ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവുകൾ ഒഴികെ സ്വയം കഴിവുകളില്ല എന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവിയുടെ സൽസബീലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയാണ് ഇവർ മഹാമുശ്രിക്കുകൾ തന്നെ. കണ്ടോ? അപ്പൊ ഞങ്ങളാണോ മഹാമുശ്രിക്കുകൾ? കണ്ടോ? ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിന്റേതും മനുഷ്യന്റേതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിന്റെ ഗുണമാകുന്ന ഖുദ്റത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്. മാത്രമല്ല ഓരോ മനുഷ്യനും സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക വഴി കോടിക്കണക്കിന് സൃഷ്ടാക്കൾ അംഗീകരിക്കുന്ന ഇവർ മഹാമുശ്രിക്കുകളാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പൊ ഞങ്ങളാണോ ആരാണ് ഇവിടെ മുശ്രിക്കാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞതാ. ഇത് മാത്രല്ല സുഹൃത്തുക്കളെ, കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി എന്ന് പറയുന്ന ഇവരുടെ നേതാവ് സുന്നി വേദി 94 മാർച്ച് 24 അതിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? വളരെ മോശമായി ഞങ്ങളെ കുറിച്ച് പറയാണ്. വഹാബികളും മൗദൂദികളും ഖാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേ ലേഖനം തന്നെ പറയുന്നത് മുജാഹിദുകൾ കാഫിറാണ് എന്ന് സംശയിച്ച ഒരു മുസ്ലിയാരുടെ പിന്നിൽ നിന്ന് തുടർന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല എന്നാണ്. അപ്പൊ അസ്ലിയായ കാഫിറുകളെക്കാൾ വലിയ കാഫിറുകളാണ് മുജാഹിദുകൾ. ഞങ്ങൾ എണ്ണിയതോ ഖാദിയാനികളെയും മൗദൂദികളെയും കൂടെ. മൗദൂദികൾ കൂടെ എണ്ണിയ വലിയ കുഴപ്പമില്ല. ഖാദിയാനികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ തന്നെ പുറത്തുപോയ കൂട്ടരാ, അവരുടെ കൂടെയാണ്. എന്നിട്ടോ അവരറുത്ത് തിന്നാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പറയാണ്. പക്ഷെ വാസ്തവത്തില് ഇവർ ഞങ്ങളെ മാത്രല്ല, AP ഗ്രൂപ്പുകാർ അവര് പറ്റാത്തലൊക്കെ കാഫിറാക്കും. നിങ്ങൾക്കറിയോ EK അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹമാണല്ലോ സമസ്തയുടെ ഒരുപാട് കാലത്ത് അനിഷേധ്യനായ നേതാവ്. അയാള് കാഫിറാണെന്ന് അയാളുടെ ശിഷ്യൻ ഉള്ളാൾ കുഞ്ഞിക്കോയ പറയാണ്. മനസ്സിലായില്ലേ? കുഞ്ഞിക്കോയ പറയാന് മാത്രല്ല, അവസാനം കുഞ്ഞിക്കോയക്ക് ചോദ്യം വന്നപ്പോ കുഞ്ഞിക്കോയ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല, അത് CM മടവൂര് പറഞ്ഞതാണ്. അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം മടക്കി. സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു തോന്നുന്നു. അപ്പറഞ്ഞ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം.
അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തൻ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. കണ്ടോ, സ്വന്തം ഉസ്താദിനെ കാഫറാക്കിയിട്ട് അത് ന്യായീകരിക്കാണ്. കത്തും കൊത്തൊക്കെ അയച്ചിലങ്ങൾ എന്നിട്ട് എന്തിയെ ഞാൻ ഒലിച്ചു പോയോ, ഞാൻ എപ്പോഴും ഇല്ല ഇവിടെ. ധിക്കാരമാണത്. ഇയാളുടെ ഉസ്താദ് അയക്കാബുക്ക് മുസ്ലിയാർ അയാളെ കാഫറാക്കി. കാഫറാണെന്ന് ഇയാൾ പ്രചരിപ്പിച്ച് നടന്നപ്പോ ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ല, എന്നോട് സി എം മടവൂര് പറഞ്ഞാണ്. സി എം മടവൂര് മറ്റൊരു ശിഷ്യനാണ്. അയാൾക്ക് തലക്ക് സുഖമില്ലാത്ത ആളല്ലേ. തലക്ക് സുഖമില്ലാത്ത ആൾ എന്തെല്ലാം പറയും. ആരോടും മിണ്ടാതെ വാതിലടച്ചിക്കണ കാലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോ തലക്ക് സുഖമല്ല മാനസിക രോഗികള്. അപ്പൊ സംസാരിക്കുമ്പോ അടക്കം എന്തെങ്കിലേ പറയുള്ളൂ. എന്തിനോ പറ്റി പറഞ്ഞാണ് അത് ഈക്കന്റെ വേലങ്ങ് ചാർത്തി. അങ്ങനെ ഈക്ക മുക്കസിയാർ കാഫറാണെന്ന് പ്രചരിപ്പിച്ചു നടന്നു. അവസാനം ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ തന്നെ എടുത്തുകൊണ്ട് AP ഗ്രൂപ്പുകാർ വിഷയമാക്കി. സത്യധാരയിലെ ഉള്ളാട്ടങ്ങളുടെ പ്രസംഗത്തിലെ വിവാദ വിധേയമായ വരികൾ എന്ന് തന്നെ വെച്ചിട്ട് പെട്ടിക്കൊളിട്ട് കൊടുത്തിരിക്കാം. അതിൽ ഇയാളെ വാക്ക് അപ്പൊ പിന്നെ ഓരോട് തെറ്റാതെ കഴിയൂലല്ലോ, അതുകൊണ്ടാണ് അന്ത അലൽ ഹഖ്, ഉറച്ചു നിന്നോ നീ ഹക്കിന്റെ മേലിലാണ്. അപ്പുറം ഈക്കേന്റെ ഉസ്താദല്ലേ, അവൻ പഴച്ചുപോയി എന്നാണ് മടവൂർ പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് കഫറ, അവൻ കാഫറായി പോയി എന്നാ അറിയോ നിങ്ങള്. കണ്ടോ, അപ്പൊ അദ്ദേഹം കാഫറായി പോയി എന്ന് ഈക്കെ അബൂബക്കർ മുസ്ലിയാരെ പറ്റി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു സിറാജ് എന്ന് വായിച്ചിരുന്നു, കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായി പോയി എന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. എന്തിന്? ഖുർആൻ പരിഭാഷ ഇറക്കിയ വകയിൽ. ഇങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവരെയും കാഫറാക്കി നടക്കുന്ന ആള് ഇവിടെ വന്നിട്ട് പറയാണ് മുജാഹിദീങ്ങളും മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നു. വാസ്തവത്തിൽ അഹ്ലുൽ ഖിബലയിൽപ്പെട്ട ആരെയും കാഫറാക്കുക എന്ന് ഞങ്ങളുടെ രീതിയല്ല. ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകൾ മൻ സ്വല്ലാ സ്വലാതന വസ്തഖ്ബല ഖിബലതന വഅകല ദബീഹതന ഫഹുവ മിന്നാ ഫലഹു മാലിൽ മുസ്ലിം ഫഅലൈഹി മഅലൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞുകയും നാം അറുത്ത് തിന്നുകയും ചെയ്യുന്നവൻ അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. മുസ്ലിമിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവനുണ്ടായിരിക്കും. മുസ്ലിമിന്റെ മേലുള്ള മുഴുവൻ ബാധ്യതയും അവനുണ്ടായിരിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അഹ്ലുൽ ഖിബലയിൽപ്പെട്ടവർ പരസ്പരം കാഫറാക്കാൻ പാടില്ല എന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയെ, ഒരു വിഭാഗത്തെ തഅയീൻ ചെയ്ത് നിർണയിച്ചു കാഫറാക്കണമെങ്കിൽ, കാഫറാണെന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക്, ആ വിഭാഗത്തിന് അയാൾ ചെയ്യുന്നത് കുഫറാണ്, ശിർക്കാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ പണ്ഡിതന്മാര് മുഖേന അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് തക്ഫീറിന്റെ ഹുക്മുകൾ ബാധകമാക്കാൻ പാടുള്ളൂ എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പൊതുവെ സലഫി പ്രസ്ഥാനം ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സലഫി പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ ഒന്നും തന്നെ അങ്ങനെയുള്ളതിന് അതിനെതിരായ ഒരു നിലപാട് ഉണ്ടാകാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് സമസ്തയുടെ കൂടെ പ്രവർത്തിച്ച ആളുകളാണ് പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അവരൊക്കെ ഷഹാദത്ത് ചൊല്ലിയിട്ടാണോ ഞങ്ങൾ എടുത്തത്? ഈ സുന്നിയാണ്, പോയി കുളിച്ചു പാടാ, രണ്ടാമത് ഷഹാദത്ത് ചൊല്ലി എന്നിട്ട് മുജാഹിദാകി അല്ലേ? ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോ അബുല്ലാല മൗദൂദി അതാ ചെയ്തത്. അദ്ദേഹം ആദ്യം ഷഹാദത്ത് ചൊല്ലി എല്ലാരെ കൊണ്ടും ചൊല്ലിച്ചു എന്നാണ്. അങ്ങനെ ഷഹാദത്ത് ചൊല്ലിയിട്ടല്ല യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എടുക്കാറുള്ളത്. പക്ഷെ മുസ്ലിയാർ പ്രസംഗിക്കുന്ന അങ്ങനെയാണ്. എല്ലാവരെയും കാഫറാക്കി നടക്കുന്ന ആളുകളാണ്. സുന്നികൾ കാഫറാണെന്ന് പറയുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അസിലിയായ കാഫറുകളെക്കാൾ വലിയ കാഫറാണെന്നും ഞങ്ങൾ അർത്ഥം തിന്നാൻ പാടില്ല എന്നും ഞങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നും ഞങ്ങൾ കാഫറാണ് എന്ന് സംശയിക്കുന്നവരെ തുറന്നു സ്കരിക്കാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ, ഒരാള് മുജാഹിദ് പ്രസ്ഥാനത്ത് അങ്ങോട്ട് വന്ന ഷഹാദത്ത് ചൊല്ലിക്കലുണ്ടോ? ഇപ്പൊ 2 നാൾ അങ്ങോട്ട് പോയി നിങ്ങൾ പറഞ്ഞ് കെട്ടിയെന്നലിച്ച് കൊണ്ടെടുക്കണല്ലോ. അലവി തന്നെ കൊണ്ടെടുക്കണം. എടക്കുളം അബൂബക്കർ, എടക്കുളം അബൂബക്കർ സുന്നിയായപ്പോൾ ഷഹാദത്ത് ചൊല്ലിച്ചിരുന്നോ? അതുപോലെ തന്നെ റഷീദ് പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷാപ്പുകാരൻ, വലിയ മൗലവിയായി. നമ്മളെ SLRC എന്ന് പറയുന്ന അബ്ദുൽ ലത്തീഫ് മൗലവിന്റെ ഖുർആൻ ക്ലാസ്സിൽ 6 മാസം പോയത്, ആഴ്ചയിൽ ഒരു ദിവസം. വലിയ മൗലവിയായി പോയി. റഷീദ് മൗലവി പയ്യന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാക്കി. അതുപോലെ തന്നെ അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി കോഴിക്കോട് ലിവാവ് പള്ളിയിൽ ഖുത്ബ നടത്തിയ ആള്. ഇവരൊക്കെ നിങ്ങൾ രണ്ടാമത് ഷഹാദത്ത് ചൊല്ലിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഈ ചർച്ച ഹൊസങ്കടിയിൽ, മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ സംവാദം നടന്നപ്പോ ഉച്ചയ്ക്ക് ശേഷമുള്ള വിഷയം ഇതായിരുന്നു. അവിടുത്തെ കുറെ പണച്ചാക്കുകളൊക്കെ കൊണ്ടുവന്നിരുത്തി മുജാഹിദുകൾ നമ്മളെ കാഫിറാണെന്ന് പറയുന്നു
എന്ന് പറഞ്ഞിട്ട് സഹതാപം പിടിച്ചു പറ്റാനായിരുന്നു പരിപാടി. എന്നിട്ട് നിങ്ങളെന്തിനാ ഞങ്ങളെ കുട്ടികളെ കെട്ടുന്നത്, നിങ്ങളെന്തിനാ ഞങ്ങളടുത്ത് തിന്നുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാതെ സംസാരിച്ചു. ഞങ്ങൾ നേരെ തിരിച്ച് അങ്ങോട്ടും ചോദിച്ചു, നിങ്ങളെന്തിനാ മുജാഹിദ് കുട്ടികളെ കെട്ടുന്നത്? നിങ്ങൾ പല മുസ്ലിയാക്കന്മാരും മുജാഹിദുകളുടെ വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകണ്ടല്ലോ, മുജാഹിദ് അർത്ഥ കോഴിയല്ലേ അവിടെ ഉണ്ടാവുക, അതെന്തിനാ ഞങ്ങൾ തിന്നുന്നത്? നിങ്ങൾ പലരും ഞങ്ങളെ ഭാഗത്ത് കുട്ടികളെ കെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങളെ വീട്ടിലേക്ക് കെട്ടിച്ചു തരുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്കുള്ള തെളിവ് എന്താ? അതേ തെളിവ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞപ്പോ പിന്നെ മിണ്ടാട്ടമില്ലാതെയായി. മാത്രമല്ല, നേർച്ചക്കൂറ്റനെ ഒഴിഞ്ഞിടുന്ന ആളുകൾ അത് ശരിയായ പുണ്യകർമ്മമാണെന്ന് വിചാരിച്ചാൽ ഔലിയാക്കന്മാരെ പേര് നേർച്ചയിട്ടതാണ് എന്നും പറഞ്ഞിട്ട് ആളുകളെ മുതൽ തിന്നുക പോലും തടസ്സം ചെയ്യാതെ നേർച്ചക്കാളനെ സ്വതന്ത്രമായി വിട്ടാൽ അത് കുഫറാണെന്ന് പറഞ്ഞ ഇബാറത്ത് ഞങ്ങൾ വായിച്ചു. ഒന്നിനു പിറകെ ഒന്നായി ഇബാറത്തുകൾ എന്ന് ചെന്നപ്പോൾ എന്തു പറയണമെന്നറിയാതെ പേരോട് കൂട്ടൊരു വിളിഭ്യരായ രംഗം മഞ്ചേശ്വരം ഹൊസങ്കടിയിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ കണ്ടവർക്കറിയാം. അതിന്റെ ഒരു ക്ലിപ്പ്, പേരോട് വയന്ന് നിൽക്കുന്ന ഒരു ക്ലിപ്പ് കഴിഞ്ഞ കുറി ഞാൻ ഇട്ടിരുന്നു. വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട്, എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു, എവിടത്തേക്ക്? സൗദിയിലേക്ക്. സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഈക്ക വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടുമില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കയറിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബിയിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാ വന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കണ്ടോ? അപ്പൊ വളരെ വ്യക്തമാണ്, പൂമാല ഇപ്പൊ ഇട്ടത്.